ആലപ്പുഴയിലെ ദുരൂഹ തിരോധാന സംഭവങ്ങളിൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് നടത്തുന്ന അന്വേഷണവും അതിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങളുമാണ് നമുക്ക് പൊതുജനം കഴുതിയില്ല സർ എന്ന ഈ പരിപാടിയിൽ ആദ്യം പരിശോധിക്കാനുള്ളത്. ചേർത്തലയിലെ ദുരൂഹ തിരോധാന കേസുകളിൽ റഡാർ പരിശോധന തുടരുകയാണ്. കാണാതായ സിന്ധുവിന്റെ വീടിന് സമീപമാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. അശ്വിൻ പാലാഴി ഞങ്ങളുടെ പ്രതിനിധിയുണ്ട്. പരിശോധന നടക്കുന്ന സിന്ധുവിന്റെ വീടിന്റെ പരിസരത്ത് നിന്ന് തത്സമയം. അശ്വിൻ, ഇപ്പോൾ ഈ റഡാർ ഉപകരണം ഉപയോഗിച്ചിട്ടുള്ള പരിശോധനയിൽ പ്രധാനപ്പെട്ട തെളിവുകൾ കണ്ടെത്താൻ കഴിയും എന്നാണല്ലോ അന്വേഷണ സംഘം കരുതുന്നത്. ഇന്നിപ്പോൾ അല്പം മുൻപാണ് സെബാസ്റ്റിന്റെ മുൻ പെൺസുഹൃത്തായ റോസമ്മയുടെ വീട്ടുവളപ്പിൽ പരിശോധന നടത്തിയത്. ഇപ്പോൾ കാണാതായ ചേർത്തല സ്വദേശിനി സിന്ധുവിന്റെ വീട്ടിലും പരിശോധന നടക്കുകയാണ്. എന്താണ് ഈ പരിശോധനയിലൂടെ അന്വേഷണ സംഘം ലക്ഷ്യമിടുന്നത്? എന്തെങ്കിലും കണ്ടെത്താൻ അവർക്ക് ഇതുവരെ സാധിച്ചിട്ടുണ്ടോ? 8 മണിക്കൂർ നീണ്ട പരിശോധനയാണ് ഇന്ന് മുഴുവൻ ഇതുവരെ നടന്നത്. ആധുനിക സംവിധാനമായ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ചായിരുന്നു. ഈ റഡാർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലും ഒന്നും കാര്യമായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. സെബാസ്റ്റിന്റെ വീട്ട് പറമ്പിൽ ഒന്നും കണ്ടെത്താനായിട്ടില്ല. 12 ഇടങ്ങളിൽ റഡാർ സിഗ്നൽ നൽകിയ 12 ഇടങ്ങളിൽ പരിശോധന നടത്തി. അവിടങ്ങളിലൊന്നും അസ്ഥി സാന്നിധ്യം കണ്ടെത്താനായിട്ടില്ല. ഒപ്പം വീടിനുള്ളിൽ പരിശോധന നടത്തി, അവിടെയും ഒന്നുമില്ല. ആകെ കണ്ടെത്താനായത് സെബാസ്റ്റിന്റെ വീട്ടിലെ അടുപ്പിൽ നിന്ന് കത്തിക്കരിഞ്ഞ ഒരു ലേഡീസ് വാച്ച് മാത്രമാണ്. അത് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതിന്റെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അത് അയക്കും. അത് ആരുടേതാണ് എന്ന് കണ്ടെത്താനുള്ള പരിശോധന നടക്കുക. അത് അത്ര എളുപ്പമല്ല ആരുടേതാണ് എന്ന് കണ്ടെത്താനുള്ളത്. എന്തായാലും കാര്യമായ ഒരു പുരോഗതിയും റഡാർ പരിശോധനയിലും ഇല്ല എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ നിരാശ. ഇപ്പോൾ സിന്ധു തിരോധാന കേസിൽ സിന്ധുവിന്റെ വീട്ടിൽ ഈ റഡാർ ഉപയോഗിച്ചുള്ള, സിന്ധുവിന്റെ സുഹൃത്തിന്റെ വീട്ടിൽ റഡാർ ഉപയോഗിച്ചുള്ള ഒരു പരിശോധനയാണ് നടക്കുന്നത്. സിന്ധു തിരോധാന കേസ് ഇതുവരെ സെബാസ്റ്റിനുമായി ബന്ധപ്പെട്ടിട്ടില്ല. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ തിരോധാന കേസുകളിൽ നിർണായകമായ ഒരു നീക്കം അന്വേഷണ സംഘം നടത്തിയിരിക്കുന്നത്. സിന്ധുവിന് ബന്ധമുണ്ടായിരുന്ന ഒരാളുടെ വീട്ടിലാണ് ഇപ്പോൾ ഈ റഡാർ പരിശോധന നടത്തുന്നത്. അവിടെ മൃതദേഹമോ അസ്ഥികളുടെ സാന്നിധ്യമോ ഉണ്ടോ എന്നുള്ളതാണ് പരിശോധന. ആ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. നാളെ കൂടിയാണ് സെബാസ്റ്റിന്റെ കസ്റ്റഡി കാലാവധി ഉള്ളത്. അതിന് ഉള്ളിൽ എന്തെങ്കിലും കാര്യമായി കണ്ടെത്താനാകുമോ എന്നുള്ളതായിരുന്നു ഒരു ലക്ഷ്യം. അത് പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘം ഇപ്പോൾ കരുതുന്നത്. എന്തായാലും കാര്യമായി ഒരു അന്വേഷണത്തിന് സഹായകമാകുന്ന ഒന്നും ഈ 6 ദിവസത്തെ കസ്റ്റഡി കാലാവധിയിൽ കണ്ടെത്താനായിട്ടില്ല. എന്തായാലും റഡാർ പരിശോധന തുടരുകയാണ്. നാളെ കൂടി കസ്റ്റഡി കാലാവധിയുണ്ട്. അതിനുള്ളിൽ മറ്റെന്തെങ്കിലും നീക്കം അന്വേഷണ സംഘം നടത്തുമോ എന്നുള്ളതാണ് നിർണായകം. ശരി, അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. നാളെ കൂടിയാണ് സെബാസ്റ്റിനെ കസ്റ്റഡിയിൽ വെക്കാൻ കഴിയുക. അത് കഴിഞ്ഞാൽ കസ്റ്റഡി കാലാവധി നീട്ടിക്കിട്ടാൻ അപേക്ഷ നൽകുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ല. അതിനു മുൻപ് എന്തെങ്കിലും സുപ്രധാനമായ തെളിവുകൾ കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു ഇന്ന് ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ എന്ന സംവിധാനം ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലൂടെ അന്വേഷണ സംഘം പുറത്തു കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ കാര്യമായ തെളിവുകളിലേക്ക് നയിക്കുന്ന വിവരങ്ങളോ സൂചനകളോ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. അശ്വിൻ പാലാഴി അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.